ഹലോ, ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ഉണ്ടല്ലോ. നല്ല അടിപൊളി ചിക്കൻ കറി കണ്ടോ. നല്ല കളറുള്ള അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറി. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. ചീനച്ചട്ടിയിലേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തേങ്ങാക്കൊത്തുണ്ടല്ലോ, കുറച്ച് തേങ്ങാക്കൊത്തിട്ട് ഒന്ന് വാടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി നേരിയതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി നല്ലോണം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒന്ന് വാടിയതിന് ശേഷം ഈ കൊല്ലമുളക് ഉണ്ടല്ലോ, ഒരു 3-4 കൊല്ലമുളക് ഇട്ട ഒരു പ്രത്യേകത കേട്ടോ. കാണാനും ഭംഗിയാണ്, ഒരു പ്രത്യേക രുചിയും കിട്ടും. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നല്ലോണം വഴറ്റിയിട്ട് തക്കാളി, ഒരു ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളി ഒരു 3-4 ചെറിയ ഉള്ളി നീളത്തിൽ എരിഞ്ഞതുണ്ട്, കൂടെ ഒരു 2 സവാള ചെറുതായി കൊത്തിയരിഞ്ഞതും കൂടിയിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. ഒന്ന് വഴന്നതിന് ശേഷമാണ് തക്കാളി ഇടുന്നത് കേട്ടോ. ഈ ചെറിയ ഉള്ളി ഒന്ന് വഴന്നതിന് ശേഷമാണ് ഈ കൊത്തിയരിഞ്ഞ് വെച്ച സവാളയും കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് വഴറ്റി എടുക്കാം. എത്ര വഴറ്റണോ അത്രയും നല്ലതാണ്. ലേശം ഉപ്പും കൂടി ഇട്ട് ഇളക്കി എടുക്കാം. അതൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി തക്കാളി ഇടാം. പച്ചമുളക് ഇട്ടതിന് ശേഷം ഈ തക്കാളി ഒന്ന് വഴറ്റിയെടുക്കണമല്ലോ. എന്നിട്ട് കുരുമുളക് ഉണ്ടല്ലോ, അതൊന്ന് ചതച്ച് ഒരു 10-15 കുരുമുളക് ചതച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ കുരുമുളക് ചതച്ചിടുമ്പോൾ ഒരു പ്രത്യേക ഇതാണ്, പൊടി ഇടുന്നതിനേക്കാളിലും ചതച്ചിട്ടാൽ നല്ലതാണ്. പിന്നെ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഒക്കെ കൂടി ചേർത്ത് ആവശ്യമനുസരിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് മസാലപ്പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇനി പെരിഞ്ജീരകപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. പെരിഞ്ജീരകപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു നല്ല വാസനയും സ്വാദുമാണ്. കുറച്ച് അതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി. ഇപ്പം ഞാൻ ചിക്കൻ മഞ്ഞളും ഉപ്പും ഇട്ട് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് വഴന്നതിന് ശേഷം ആ ചിക്കൻ ഇതിനകത്തേക്കിട്ട് ഇളക്കിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. ഈ വേവിച്ച് വെച്ചിരി നെയ്യാണ് കേട്ടോ കൂടുതൽ. ഞാൻ ലേശം വെള്ളമേ വെച്ചുള്ളൂ, പക്ഷെ ഒറ്റ വിസിൽ കൂടെ വന്നില്ല. ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇത്തിരി ഗ്രേവി ആയിട്ട് ഇരുന്നോട്ടെ. ചപ്പാത്തിക്കൊക്കെ സൂപ്പർ കറിയാട്ടോ അത്. ചോറിനാണെങ്കിലും കൂട്ടാം, ബ്രെഡ് ചപ്പാത്തി ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറി. റോസ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നല്ല തിക്കായിട്ട് എടുക്കണമല്ലോ. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വാങ്ങാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറി. അടിപൊളിയാട്ടോ, നല്ല സ്വാദുണ്ട്. വെറൈറ്റി ആയിട്ട് നമുക്ക് ചിക്കൻ വയ്ക്കണമല്ലോ. ചിക്കൻ കിട്ടിക്കഴിഞ്ഞാൽ വറുക്കാൻ വയ്ക്കാം, പിന്നെ പലതരത്തിൽ ചിക്കൻ വയ്ക്കാമല്ലോ. അപ്പോൾ ഞാനൊന്ന് ചിക്കൻ കറി ആയിട്ടാണ് വെച്ചേട്ടോ. ഇത് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ പിറ്റേ ദിവസം കൂട്ടി കഴിഞ്ഞാലുണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അല്ലെങ്കിൽ ചൂടോടുകൂടി ചോറില്ലേ, പച്ചരി ചോറും ഈ ചിക്കൻ കറി മാത്രം മതി ഉണ്ണാനായിട്ട്. അടിപൊളിയായിരിക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറി. ഇഷ്ടപ്പെട്ടോ ഞാൻ ഉണ്ടാക്കിയത്? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻ്റൊക്കെ ചെയ്യാവോ? സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. എൻ്റെ ഒരു പുതിയ ചാനലാണ് കേട്ടോ അത്. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഇതുപോലെ ചിക്കൻ കറിയോ മീൻ കറിയോ കുക്കിംഗ് വീഡിയോ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.